മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഉപവാസ സമരം എറണാകുളത്ത് സംഘടിപ്പിച്ചു. എറണാകുളത്ത് ഹൈക്കോടതിക്ക് സമീപം മദർ തെരേസ സ്ക്വയറിൽ മുനമ്പത്തെ ജനങ്ങളുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഏകദിന ഉപവാസം 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സംഘടിപ്പിച്ചു. കേരള വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധമായ ഭൂമി രജിസ്ട്രേഷനെതിരെ മുനമ്പം ഭൂസംരക്ഷണ സമിതി മുനമ്പത്ത് നടത്തുന്ന നിരാഹാര സമരത്തിന്റെ 350-ാം ദിനത്തിൽ KLCAയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഭൂസംരക്ഷണ സമിതി നടത്തിയ ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിന്റെ വാർഷിക ദിനത്തിൽ എറണാകുളം മദർ തെരേസ സ്ക്വയറിൽ നടന്ന കൂട്ടനിരാഹാര സമരം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഒരുമിച്ചിരുത്തി സമവായത്തിലൂടെ മുനമ്പം പ്രശ്നം അടിയന്തരമായി ഭരണകൂടം പരിഹരിക്കണമെന്നും എല്ലാ മനുഷ്യരെയും പോലെ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ സർവ്വവിധ അവകാശങ്ങളോടും കൂടി ജീവിക്കാൻ മുനമ്പത്തെ 610 കുടുംബങ്ങൾക്കും അർഹതയുണ്ട്. രാജ്യത്തെ ഒരു കോടതിയും ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രസ്താവിച്ചു. ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാജൻ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹന്നാൻ മാർ പോളി കാർപ്പോസ് മെത്രാപ്പോലിത്ത, ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവർ തറയിൽ, SNDP മുനമ്പം ശാഖ പ്രസിഡന്റും ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരിയുമായ മുരുകൻ കാതികുളത്ത്, അഖില കേരള ധീവര സമുദായം സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, SNDP വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TJ വിജയൻ, KRLCC ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു അറക്കത്തറ, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിജെ തോമസ്, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, SNDP യോഗം മെമ്പർ KP ഗോപാലകൃഷ്ണൻ, KLCWA സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ നിരഞ്ജന, വരാപ്പുഴ അതിരൂപത KLCA വൈസ് പ്രസിഡന്റ് ബാബു ആന്റണി എന്നിവർ പ്രസംഗിച്ചു.